ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യമെന്നറിഞ്ഞ് ലക്ഷ്യബോധത്തോടെ അവിടത്തെ ആരാധിക്കണം. കേവലം കാര്യസാധ്യത്തിനു വേണ്ടി മാത്രമാകരുത് ഈശ്വര പ്രാർത്ഥന. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. തിരുമല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മാർത്താണ്ഡം പിന്നിട്ട് ചിതറാലിലേക്കുള്ള വഴിയിൽ ഏതാണ്ട് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിക്കുറിശ്ശി മഹാദേവ ക്ഷേത്രത്തിലെത്താം. പഴയകാല നാലുകെട്ടുകളെ അനുസ്മരിപ്പിക്കുന്ന ഈ ക്ഷേത്രം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുനരുദ്ധരിച്ചു എന്ന് ചരിത്രരേഖകൾ പറയുന്നു. വളരെ കാലം നന്ദിപ്രതിഷ്ഠ ഇല്ലാതിരുന്ന ക്ഷേത്രമാണിത്. എന്നാൽ സമീപകാലത്ത് നന്ദിപ്രതിഷ്ഠ വീണ്ടും സ്ഥാപിക്കുകയുണ്ടായി. കാലങ്ങൾക്ക് മുമ്പ് തിക്കുറിശ്ശി ക്ഷേത്രത്തിലെ നന്ദി സമീപ പ്രദേശങ്ങളിലെ വിളകൾ നശിപ്പിച്ചതിന് പരിഹാരമായി നന്ദിയെ മന്ത്രത്താൽ ബന്ധിച്ച് നദിയിൽ നിക്ഷേപിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ പിന്നാക്കം നിൽക്കുമ്പോഴും അവരുടെ ശ്രദ്ധ കുറയുമ്പോഴും മറവി കൂടുമ്പോഴുമെല്ലാം അതിന് പരിഹാരമായി സരസ്വതി, ദക്ഷിണാമൂർത്തി എന്നിവരെ സ്തുതിക്കുകയും വിദ്യാഗോപാല മന്ത്രം ജപിക്കുകയും വേണം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യമാശു പ്രയച്ഛമേ എന്നാണ് വിദ്യാഗോപാല മന്ത്രം. ഇനി സന്ധ്യാനാമത്തിന്റെ സമയമാണ്, കേൾക്കാം. कृष्णदामोदरं वासुदेवं हरिं श्रीधरं माधवं गोपिकावल्लभं जानकीनायकं रामचन्द्रं भजे. अच्युतं केशवं सत्यभामाधवं माधवं श्रीधरं राधिकाराधितं इन्दिरामन्दिरं चेतसा सुन्दरं देवकी नन्दनं नन्दजं सन्ददे. विष्णवे जिष्णवे शङ्खिने चक्रिणे रुक्मिणी रागिणे जानकी जानये वल्लवी वल्लभायार्चितयात्मने कंसवे ध्वंसिने वंशिने ते नमः. कृष्ण गोविन्द हे राम नारायण
पारिजाक्षं भजे शंकराचार्य विरचितम् अच्युताष्टकं सम्पूर्णम्. നിരവധി ശാപങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കഥാപാത്രമാണ് ഇന്ദ്രൻ. വിവേകരഹിതവും അശ്രദ്ധവുമായ കർമ്മങ്ങളിലൂടെ നിരന്തരം ശാപം ഏറ്റുവാങ്ങുന്ന ഇന്ദ്രൻ ലഭിച്ച വലിയ ശാപം ഗൗതമ മഹർഷിയുടേതായിരുന്നു. ഇന്ദ്രന്റെ ശാപകഥയിലൂടെയാണ് ഇന്നത്തെ കഥയമ്മ നമ്മെ നയിക്കുന്നത്. കേൾക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ദേവേന്ദ്രന്റെ കഥകൾ പരിചയപ്പെടുമ്പോൾ ഒക്കെ തന്നെ ദേവേന്ദ്രൻ ഒരുപാട് ദുഷ്ടതകളൊക്കെ ചെയ്തതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അദ്ദേഹത്തിന് ഈ ദേവന്മാരുടെ രാജാവാണ് താൻ എന്നുള്ളൊരു അഹങ്കാരം പലപ്പോഴായിട്ടുണ്ടായിരുന്നു. ആരെയും ഗൗനിക്കുന്നൊരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നെയാണ് പൂജിക്കേണ്ടത് എന്നൊരു ധാരണയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ ധാരണയൊക്കെ തന്നെ വെച്ച് പുലർത്തുന്നത് കൊണ്ട് പലപ്പോഴും പല ശാപങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ 2 ശാപങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ഈ ഒരു കഥയമ്മയിൽ അല്പസമയം ചിന്തിക്കാം. ഇതിൽ ഒന്നാമത്തേത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ്. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദേവലോകം സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യക്ഷ കിന്നര ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും എല്ലാവരും മഹർഷിക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു വനമാല, കാട്ടുപൂക്കൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മാല സമ്മാനിച്ചു എന്നാണ്. അത്യധികം സുഗന്ധമുള്ള ഒരു മാലയായിരുന്നു അത് ധരിച്ചു കഴിഞ്ഞാൽ ആ ധരിച്ച ആൾ വരുന്നുണ്ട് എന്ന് എത്രയോ ദൂരെയുള്ള ആളുകൾക്ക് വരെ മനസ്സിലാവും. കാരണം അതുവരെ അതിൻ്റെ സുഗന്ധം എത്തിയിരുന്നു എന്നാണ്. പക്ഷേ മഹർഷി ആയതുകൊണ്ടും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഈ മാലയും അലങ്കാരവും ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ടൊന്നും അദ്ദേഹം അത് ധരിക്കാതെ അത് കയ്യിൽ സൂക്ഷിച്ചു. ആരെങ്കിലും നല്ലൊരാൾ, തനിക്ക് പറ്റിയ ഒരാൾ വരികയാണെങ്കിൽ അത് അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കാം എന്നും ദുർവാസാവ് വിചാരിച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്താണ് ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് കയറി മഹർഷിക്ക് സമീപത്തേക്ക് വന്നത്. താഴെ നിൽക്കുന്നത് ദുർവാസാവാണ്. വേണമെങ്കിൽ താഴെ ഇറങ്ങിപ്പോയി നമസ്കരിക്കാം ഒക്കെ ചെയ്യായിരുന്നു. എന്നാലും ഇന്ദ്രൻ അതിൻ്റെ മുകളിലിരുന്ന് നമസ്കരിച്ചു, തൊഴുതു, പ്രാർത്ഥിച്ചു, അദ്ദേഹത്തോട് സുഖവിവരങ്ങളൊക്കെ തിരക്കി. അതുകൊണ്ട് ദുർവാസാവ് മഹർഷിക്ക് വലിയ പ്രയാസം തോന്നിയില്ല, ദേഷ്യം തോന്നിയില്ല. ഇന്ദ്രൻ നമസ്കരിക്കുകയും തന്നെ വന്ദിക്കുകയൊക്കെ ചെയ്തല്ലോ എന്ന് മനസ്സിലാക്കിയ ആ ദുർവാസാവ് മഹർഷി തൻ്റെ കയ്യിലുള്ള ഈ പുഷ്പഹാരം അത് ദേവേന്ദ്രന് സമ്മാനമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഇന്ദ്ര, ഇത് എനിക്ക് ദേവലോകത്ത് കിട്ടിയതാണ്, ഇത് വളരെ വിശേഷപ്പെട്ടൊരു മാലയാണ്, ഇത് എനിക്ക് അവർ സ്നേഹത്തോടെ തന്നതാണ്, തന്നെ കണ്ടപ്പോൾ എനിക്കിത് തനിക്ക് തരണം തോന്നുന്നു, തൻ്റെ ഈ ഒരു രൂപത്തിലൊക്കെ ഈ മാല കെട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ദുർവാസാവ് മഹർഷി ഈ ഒരു മാല എടുത്ത് ദേവേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രനാണെങ്കിലോ ഈ മാല കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. അത് തൻ്റെ കഴുത്തിലേക്ക് ധരിക്കുന്നതിന് മുമ്പ് തൻ്റെ അലങ്കാരങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാം, തൻ്റെ മാലയും കിരീടവും ഒക്കെ ഒന്ന് കൃത്യമായി വെക്കാം എന്ന് കരുതി ദേവേന്ദ്രൻ ഈ മാല എടുത്ത് തൻ്റെ വാഹനമായിട്ടുള്ള ഐരാവതത്തിൻ്റെ മുകളിൽ വെക്കുകയും തൻ്റെ ശരീരം ഒന്ന് ആ മാല ധരിക്കുന്നതിന് വേണ്ടി അലങ്കാരങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യായിരുന്നു. ഇതിന് അദ്ദേഹം കൂടുതൽ സമയം എടുത്തു എന്നാണ്, ഈ മുടി നേരെയാക്കാനും മാല നേരെയാക്കാനും ഒക്കെ. ഈ സമയമൊക്കെ തന്നെ ഈ ഐരാവതത്തിൻ്റെ പുറത്താണ് ഈ മാല ഇരിക്കുന്നത്. ഈ മാലയുടെ അതിയായിട്ടുള്ള സുഗന്ധം കൊണ്ട് കുറേ പൂമ്പാറ്റകൾ, ഷഡ്പദങ്ങൾ എല്ലാവരും തന്നെ ഈ ഐരാവതത്തിന് ചുറ്റും പറന്നു കളിക്കാൻ തുടങ്ങിയതാണ്. ആദ്യമൊന്നും ഐരാവതത്തിന് വലിയ പ്രയാസം ഉണ്ടായില്ല. പക്ഷേ ഈ വണ്ടുകളും പൂമ്പാറ്റകളൊക്കെ വന്ന് അവരുടെ ശബ്ദവും ഇടയ്ക്കിടയ്ക്ക് ദേഹത്ത് വന്നിരിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ ഐരാവതത്തിന് വലിയ ബുദ്ധിമുട്ട് തോന്നി. ഈ മാല ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത്,
ഇത് ഇന്നത്തോടു കൂടി ഞാൻ നിർത്തും എന്ന് പറഞ്ഞ് തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ആ ഒരു പൂമാല ഇട്ട് താഴത്തേക്കിട്ട് അതിനൊരു ചവിട്ടും വെച്ച് കൊടുത്തു എന്നാണ്. ഇനി ആരും വരില്ലല്ലോ. ഇത് നോക്കി കണ്ടു നിൽക്കുകയായിരുന്നു ദുർവാസാവ് മഹർഷി. താൻ കൊടുത്ത ഒരു സമ്മാനത്തിന് ഇത്ര വിലയെ ദേവേന്ദ്രൻ തരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം കരുതിയത്. ദേവേന്ദ്രൻ തൻ്റെ ആനയെ കൊണ്ട് തൻ്റെ മാല ചവിട്ടി ഈ അവസ്ഥയിലാക്കി എന്നാണ് മഹർഷി വിചാരിച്ചത്. അല്ലയോ ദുഷ്ടനായിട്ടുള്ള ദേവേന്ദ്ര, നിനക്ക് ഗുരുഭക്തി തീരെ ഇല്ലാന്ന് എനിക്ക് പണ്ടേ അറിയാം. എന്നിട്ടും ഞാൻ നിനക്കൊരു സമ്മാനം തന്നപ്പോൾ അത് കൃത്യമായിട്ട് സൂക്ഷിക്കാൻ നിനക്ക് അറിയില്ല എന്ന് മാത്രമല്ല, നീ അതുകൊണ്ട് എന്നെ തന്നെ അപമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതാ ഞാൻ നിന്നെ ശപിക്കുന്നു. നിന്റെ എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും എല്ലാ ഐശ്വര്യവും സ്വർഗവും സകലതും ഇന്നത്തോടുകൂടി ഇല്ലാതാവട്ടെ, നിങ്ങൾക്ക് ജരാനരകൾ ബാധിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു മഹർഷി എന്നാണ്. അദ്ദേഹത്തിന് ആ ശാപം കിട്ടിയതോടുകൂടി ഇന്ദ്രന് തൻ്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ല, എങ്കിൽ പോലും ആ തെറ്റ് മനസ്സിലാവുകയും അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് പാലാഴി മഥനം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്, അമൃത് കിട്ടാനായിട്ട്. ദുർവാസാവ് മഹർഷിയുടെ കയ്യിൽ നിന്ന് ഇന്ദ്രന് കിട്ടിയ ഒരു ശാപം നമുക്ക് കാണാം. ഇതേപോലെ തന്നെ രാമായണത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ് ഗൗതമ മഹർഷി ശപിച്ച ഇന്ദ്രന്റെ കഥ. ഇന്ദ്രന് ഗൗതമന്റെ പത്നിയായിട്ടുള്ള അഹല്യാദേവിയിൽ അതിയായിട്ടുള്ള കാമാസക്തി തോന്നിയതാണ്, പ്രണയം തോന്നിയതാണ്. അപ്പൊ എപ്പോഴൊക്കെയോ ഗൗതമൻ പുറത്ത് സന്ധ്യാവന്തനത്തിന് പോകുന്ന സമയത്തൊക്കെ ഇന്ദ്രൻ ഗൗതമന്റെ വേഷം ധരിച്ച് അഹല്യയുടെ ആശ്രമത്തിലേക്ക് വരികയും അഹല്യയെ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് തൻ്റെ ഭർത്താവാണെന്നാണ് അഹല്യ കരുതിയത്. പക്ഷേ ഇന്ദ്രനാണ് വന്നതെന്ന് പിന്നീടാണ് അഹല്യയ്ക്ക് മനസ്സിലാവുന്നത്. ഇത് ഗൗതമ മഹർഷി കാണുകയും തൻ്റെ രൂപം ധരിച്ചെത്തിയ ആ ഇന്ദ്രനെ വിരൂപനായിട്ട് പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു എന്നാണ്. അതേസമയം ഭാര്യയായിട്ടുള്ള അഹല്യയ്ക്കും ശാപം കൊടുക്കുന്നുണ്ട്, കല്ലായി തീരട്ടെ എന്നും. എപ്പോഴാണോ ശ്രീരാമൻ വന്ന് പാദസ്പർശം അങ്ങേക്ക് തരുന്നത് ആ സമയത്ത് ശാപമോക്ഷം കിട്ടട്ടെ എന്നൊക്കെയുള്ള ശാപമോക്ഷത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പം ഇങ്ങനെ ഇന്ദ്രന് നിരവധിയായിട്ടുള്ള ശാപങ്ങൾ കിട്ടിയിട്ടുണ്ട്, പലപ്പോഴും പല ആളുകളുടെ കയ്യിൽ നിന്ന്. ഇതൊക്കെ എന്തിൻ്റെ പ്രതീക? ഇന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ വ്യാഖ്യാനിക്കാറുണ്ട് മഹാത്മാക്കൾ. ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ രാജാവാണെന്ന് പറയുക. ഇന്ദ്രിയങ്ങളുടെ രാജാവ് ഒന്നേ ഉള്ളൂ, അത് മനസ്സാണ്. മനസ്സാണ് തീരുമാനിക്കുന്നത് ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന്. ആ മനസ്സിന് കൃത്യമായിട്ടുള്ള ബോധമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ശാപങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. താൻ വലിയ ആളാണ്, താൻ ആരെയും ഗൗനിക്കേണ്ടതായിട്ടില്ല, എല്ലാവരും തൻ്റെ അടിമകളാണ്, എല്ലാവരും തന്നെയാണ് പൂജിക്കേണ്ടതെന്നൊക്കെ തോന്നുന്ന മനസ്സാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ ഗതിയായിരിക്കും നമുക്കും വരിക എന്ന് മനസ്സിലാക്കി ആ മനസ്സിനെ എപ്പോഴും വിനയമുള്ളതാക്കിയും ഭക്തിയുള്ളതാക്കി തീർക്കാൻ ഗുരുവായൂരപ്പൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയിൽ വീണ്ടും കാണുന്നത് വരെ ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. ചിന്തകൾ കൊണ്ട് മൂടിയ മനസ്സിനെ ഈശ്വര സ്വരൂപമാക്കി മാറ്റാനുതകുന്ന ഒരു എളുപ്പമാർഗമാണ് മന്ത്രജപം. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ആനന്ദലോല കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ കാത്തരുളി. ഇത് തേവലക്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ നീലാംബുജ. വിശ്വാസവും പുരാവൃത്തവും ഇഴചേർന്ന് നിൽക്കുന്ന ഭക്തി സൗന്ദര്യത്തിന്റെ ഈ പുണ്യഭൂമിയിൽ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വാണരുളുന്നു. സമീരനാം സൗഭാഗ്യദായക വസുദേവദേവ കൃഷ്ണ. തേവാരപ്രിയനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുരൂപം കാണാൻ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. സന്താപമാറ്റു കൃഷ്ണ സ്നേഹ സന്മാർഗമേകു കൃഷ്ണ സായോജ്യരാ. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിലെ തേവലക്കര പഞ്ചായത്തിലാണ് തെക്കൻ ഗുരുവായൂർ എന്ന പേരിൽ പ്രശസ്തമായ തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
കൈവല്യഭാവ കൃഷ്ണ. പ്രശാന്തസുന്ദരമായ തേവലക്കര ഗ്രാമത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ദേവലോകക്കര എന്നായിരുന്നുവത്രേ തേവലക്കര പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ദേവന്മാരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു ദേവലോകക്കര എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. ദേവലോകത്തിന്റെ കരയായ സ്ഥലത്ത് നീരാട്ടിനെത്തിച്ചേരുന്ന ദേവന്മാർ അവരെ സ്തുതിക്കാനായി ദേവലന്മാർ എന്നറിയപ്പെടുന്ന ഒരു സംഘത്തെ നിയോഗിച്ചുവെന്നാണ് ഐതിഹ്യം. കൃഷ്ണ ഗോവിന്ദ ഗോപനം വേദാന്ത വല്ലഭ ഗുരുവായൂർ കുഞ്ഞു കൃഷ്ണ, എന്റെ ഗുരുവായ ഗാന കൃഷ്ണ. പ്രതികാരത്തിന്റെയും അധിനിവേശത്തിന്റെയും ഒരു ചരിത്രവും തേവലക്കരയ്ക്കുണ്ട്. തേവലക്കരയിലെ മതിലകത്ത് വീട്ടിൽ ഒരു നായർ യുവാവ് തേവലക്കര ദേവീക്ഷേത്രാധികാരിയായ ഒരു ബ്രാഹ്മണനുമായി കലഹിക്കുകയും അതിന്റെ ഫലമായി നായർ യുവാവ് നാടുകടത്തപ്പെടുകയും ചെയ്തു. നാടുകടത്തപ്പെട്ട നായർ യുവാവ് എത്തിച്ചേർന്നത് പോർച്ചുഗീസുകാരുടെ സൈനിക കേന്ദ്രത്തിലായിരുന്നുവത്രേ. ആ നായർ യുവാവിനെ പോർച്ചുഗീസുകാർ അവരുടെ സൈന്യത്തിൽ ചേർക്കുകയും സാം ആന്റണിയോ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. പോർച്ചുഗീസ് സൈന്യത്തിൽ അംഗമായി മാറിയ നായർ യുവാവ് സൈനിക മേധാവിയുമായി ചേർന്ന് തേവലക്കരയിലെത്തുകയും ദേവീക്ഷേത്രം കൊള്ളയടിക്കുകയും ചെയ്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. നാടുകടത്തിയതിനുള്ള പ്രതികാരമെന്നോണം ദേവീക്ഷേത്രത്തിലെ പുരോഹിതനെ ഇയാൾ വധിക്കുകയായിരുന്നു. 1543 ഏപ്രിൽ മാസത്തിലാണ് തേവലക്കര ദേവീക്ഷേത്രം പോർച്ചുഗീസുകാർ ആക്രമിക്കുന്നത്. പിന്നീട് പ്രായശ്ചിത്തമെന്നോണം അവർ പണിയിച്ച ബലിക്കല്ലും അതിലെ അപൂർവ ലിപികളും ഇന്നും അത്ഭുതമായി നിലകൊള്ളുന്നു. 16-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ സംഭവങ്ങൾ തെക്കൻ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദേവീക്ഷേത്രം ആക്രമിച്ച ശേഷം തെക്കൻ ഗുരുവായൂരിലേക്ക് പോയ പോർച്ചുഗീസുകാർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വനനിബിഡതയുടെ ഭീകരത അവരെ ഭയപ്പെടുത്തുകയും ഏതോ ശക്തിയുടെ ഉൾപ്രേരണയാൽ തിരികെ പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. കൃഷ്ണ സന്ധ്യാസമീരനാം സൗഭാഗ്യദായക വസുദേവദേവ കൃഷ്ണ, എന്റെ വനമാലിയായ കൃഷ്ണ. സന്താപമാറ്റു കൃഷ്ണ, സ്നേഹ സന്മാർഗമേകു കൃഷ്ണ. വില്വമംഗലം സ്വാമിയാരുടെ വരവോടെയാണ് തെക്കൻ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ചൈതന്യം വെളിവാക്കപ്പെട്ടതെന്ന് പഴമക്കാർ പറയുന്നു. തേവലക്കരയിലെത്തിയ വില്ലുമംഗലം സ്വാമികൾ ഒരു ബാലനുമായി സംവാദത്തിൽ ഏർപ്പെട്ടെന്നും ബാലന്റെ തത്സ്വരൂപം മനസ്സിൽ ദർശിച്ച സ്വാമിയാർ അവിടുത്തെ മുന്നിൽ സാഷ്ടാംഗം പ്രണാമം നടത്തിയെന്നുമാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് തോട്ടത്തിൽ കുളങ്ങര എന്ന പേര് ലഭിച്ചു. വർഷങ്ങൾക്കിപ്പുറം പുനഃപ്രതിഷ്ഠാ വേളയിൽ ഗുരുവായൂരപ്പന്റെ ചൈതന്യം പുതുമന നമ്പൂതിരി തിരിച്ചറിഞ്ഞപ്പോൾ ക്ഷേത്രം തെക്കൻ ഗുരുവായൂരായി പരിണമിച്ചുവെന്നാണ് വിശ്വാസം. യദുവംശപാഹി കൃഷ്ണ, ഭക്തപരിപാലനാഥ കൃഷ്ണ, നാരായണീയ കൃഷ്ണ, നന്മയേകേണമെന്റെ കൃഷ്ണ. സംഗീത പാഠങ്ങൾക്കും സർഗരചനാ വൈഭവങ്ങൾക്കും ആദ്യാക്ഷരം കുറിക്കാനും ആശീർവാദം നേടാനും നിരവധി പേർ ഇവിടെ എത്തിച്ചേരുന്നു. കൃഷ്ണ ഗോവിന്ദ ഗോപനം വേദാന്ത വല്ലഭ ഗുരു. മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രമാണ് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്കുള്ള ഒരു വിശ്വാസ ചികിത്സാലയം കൂടിയാണ് തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തേവലക്കര ക്ഷേത്രം. തെക്കൻ ഗുരുവായൂരപ്പന് മുന്നിൽ സന്താനഗോപാലം കഥകളിയാടിയും സന്താനഗോപാല ഹവന പൂജ നടത്തിയും സന്താന സൗഭാഗ്യം നേടാമെന്ന് അനുഭവത്തിന്റെ വഴികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ജയ കൃഷ്ണ ഹരേ, ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ, ജയ കൃഷ്ണ ഹരേ, ജയ കൃഷ്ണ. ചതുർബാഹുവായ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഭക്തർ ഉണ്ണിക്കണ്ണനായും കുസൃതിക്കാരനായ കൃഷ്ണനായും
ഗോപികാകൃഷ്ണനായും സങ്കല്പിച്ച് ഇവിടെ വിശ്വാസം നിവേദിക്കുന്നു. ആനന്ദലോല കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ, കാത്തരുളീടു കൃഷ്ണ, കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ, നീലാംബുജാക്ഷ കൃഷ്ണ, എന്നും നീ തന്നെ രക്ഷ കൃഷ്ണ. തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സർവ്വ ഐശ്വര്യ പൂജ പ്രശസ്തമാണ്. വസുദേവദേവ കൃഷ്ണ, എന്റെ വനമാലിയായ കൃഷ്ണ. സന്താപമാറ്റു കൃഷ്ണ, ഉത്സവങ്ങളുടെ ക്ഷേത്രമെന്നും തേവലക്കര ക്ഷേത്രം അറിയപ്പെടാറുണ്ട്. അഷ്ടമി രോഹിണി ഉത്സവം, നവരാത്രി ഉത്സവം എന്നിവ ഭക്തി നിർഭരവും ആഘോഷപൂർണവുമാണ്. കുംഭത്തിലെ തിരുവോണ നാളിൽ കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം. ഗോവിന്ദ ഗോപനം വേദാന്ത വല്ലഭ ഗുരുവായൂർ കുഞ്ഞു കൃഷ്ണ, എന്റെ ഗുരുവായ ഗാന കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. പുതുമന ഇല്ലത്തിനാണ് തേവലക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രാവകാശം. മഹാഗണപതിയും പരമശിവനുമാണ് പ്രധാന ഉപദേവതമാർ. ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ധർമ്മശാസ്താവ്, മാടൻ തമ്പുരാൻ, ദുർഗാദേവി, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ് എന്നീ ഉപദേവതമാരും ഇവിടെ കുടികൊള്ളുന്നു. ആനന്ദലോല കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ, കാത്തരുളീടു കൃഷ്ണ, കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ, നീലാംബുജാക്ഷ കൃഷ്ണ, എന്നും നീ തന്നെ രക്ഷ കൃഷ്ണ. സന്ധ്യാസമീരനാം സൗഭാഗ്യദായക വസുദേവദേവ കൃഷ്ണ, എന്റെ വനമാലിയായ കൃഷ്ണ. സന്താപമാറ്റു കൃഷ്ണ, സ്നേഹസന്മാർഗമേകു കൃഷ്ണ, സായുജ്യ രാമകൃഷ്ണ, എന്റെ ശ്രീവത്സധാരി കൃഷ്ണ. കൺകണ്ട ഗോപകൃഷ്ണ, എന്റെ കണ്ണീർ തുടച്ച കൃഷ്ണ. ശ്രീകൃഷ്ണ സങ്കല്പത്തിന്റെ മഹനീയതയിലാണ് തേവലക്കര ഗ്രാമം നിർവൃതി കൊള്ളുന്നത്. ശരണം പ്രാപിക്കുന്നവർക്ക് അരനേരം പോലും കളയാതെ ആശ്രയം നൽകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ
സമസ്ത ചൈതന്യത്തോടെയും ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുകയാണ്. സൂര്യൻ സകല കർമ്മത്തിനും സാക്ഷിയും ജ്യോതിരൂപനുമാണ്. നീതിമാനായ അദ്ദേഹത്തിന്റെ മക്കളും നീതിമാന്മാരായിരുന്നു. യമനും ശനിയും എന്തിന് കർണൻ പോലും നീതിയുടെയും നിയമത്തിന്റെയും വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവരായിരുന്നു. പുത്രന്മാർ നല്ല വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പിതാവും അങ്ങനെയായിരിക്കണമെന്നർത്ഥം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.